ദൃശ്യം 3 ജിത്തു ജോസഫ് മോഹൻലാൽ ടീം മൂന്നാമത്തെ ദൃശ്യത്തിന്റെ ഫ്രാഞ്ചൈസി ക്ലാസിക് ക്രിമിനൽ ഈസ് ബാക്ക്. സെപ്റ്റംബർ 19 ഷൂട്ടിംഗ് തുടങ്ങുന്നു. നവംബറിൽ റിലീസ് ചെയ്തു. നവംബറിൽ ഷൂട്ടിംഗ് തീരുന്നു. എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് തീരുന്നു. അത്ര വെൽ പ്ലാൻഡ് ആയിരിക്കും ജിത്തു ജോസഫ്. ജിത്തു ജോസഫിന്റെ സെപ്റ്റംബർ 19 ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ മറ്റൊരു പടം ജിത്തു ജോസഫിന്റെ റിലീസാണ്. മറ്റൊരു സംവിധായകന്റെ എത്ര സിനിമകളാണ് ചെയ്യുന്നത്. മിറാഷ് എന്ന് പറഞ്ഞ സിനിമ, വലതുവശത്തെ കള്ളൻ, ഇതെല്ലാം ചെയ്തു വെച്ചേക്കുന്ന ജിത്തു ജോസഫ് കഴിഞ്ഞേക്കുന്ന പടങ്ങളാണ്. എന്തായാലും നവംബറിൽ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഡിസംബർ റിലീസ് ഉണ്ടെന്നാണ് ഒരു 90% സോഴ്സുകളും പറയുന്നത്. ഇത് വ്യക്തമാക്കിയിട്ടില്ല. കാരണം ഒരേ സമയത്ത് പല ഭാഷകളിൽ റിലീസ് ഉണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പറയുന്നു ക്രിസ്മസിന് റിലീസ് ഉണ്ടെന്ന്. ക്രിസ്മസിന് റിലീസ് ഉണ്ടെങ്കിൽ മോഹൻലാലിന് ഒരു ചരിത്രമാകുന്ന വർഷമാണ് 2026. ആദ്യത്തെ എമ്പുരാനും തുടരും ഹൃദയപൂർവ്വം എല്ലാം കോടാനുകൂടിയാണ് കളക്ഷൻ നേടി. 200 കോടി, മറ്റേത് 75 കോടി കളക്ഷൻ. തുടരും എന്തായാലും ദൃശ്യം 3 എന്തായാലും മിനിമം കളക്ഷൻ, ആദ്യത്തെ മിനിമം അല്ല ഏറ്റവും ടോപ്പ് കളക്ഷൻ ആദ്യത്തെ ദിവസങ്ങളിൽ നേടുന്നുള്ളത് സംശയവും ഇല്ല. അന്നേരം ഗംഭീര സിനിമയാകട്ടെ. ഡിസംബർ റിലീസ് ചെയ്യുകയാണെങ്കിൽ 2025 തീർത്തും വൺ സൈഡ് വിജയം മാത്രമാണ്. മോഹൻലാലിന്റെ വിജയത്തിന്റെ വലിയ തേരോട്ടമുള്ള വർഷമായി മാറും 2026.